റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പിള്ളേരിലാണേലും വലിയവരിലാണേലും നമ്മൾ സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടിയിട്ട് ഇനീഷ്യലി എടുക്കേണ്ടത് മെഡിസിൻസ് എടുത്തേ പറ്റുള്ളൂ. കാരണം സിംറ്റംസ് വെച്ചുകൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ ഈ കാണുന്ന ആദ്യം നമ്മൾ മൈൽഡായിട്ടുള്ള മെഡിസിൻസ് കൊടുത്ത് തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഞാനിപ്പം ഫ്രഷ് ആയിട്ട് ഒരാളെ കാണുകയാണെങ്കിൽ അവർക്ക് മൈൽഡായിട്ടുള്ള ഇമ്യൂണോസപ്രസൻസ് മതി. വെരി വെരി സ്മോൾ ഡോസ് 0.2 0.5 മില്ലിഗ്രാം ഡെക്സമെഥസോണൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതൊരു ആദ്യത്തെ ഒരു മാസമൊക്കെ മിക്കവാറും പേർക്കും വേണ്ടി വരുള്ളൂ, അത് മരുന്നൊന്നും ഇല്ലാത്തവർക്കാകുമ്പോൾ. അപ്പം അതിൽ വെച്ച് തുടങ്ങി അവർ ആ സിംറ്റമാറ്റിക് ഫ്രീ ആകുമ്പോഴേക്കും നമ്മൾ അത് പതുക്കെ അതും കൂടെ ടേപ്പർ ഓഫ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. അപ്പം അതേ സമയത്ത് ഇപ്പം നമ്മൾ ഈ പലരും ഈ 3ഉം 4ഉം ഡ്രഗ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർ പതുക്കെ നമ്മൾ അതിൽ നിന്ന് ആ സ്ട്രോങ് മെഡിസിൻസിൽ നിന്നൊക്കെ മാറ്റി ലൈറ്റായിട്ടുള്ള ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് മരുന്നിൽ നിന്ന് മാറ്റിയെടുക്കുക. കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും ഈ മരുന്നുകളൊന്നും താങ്ങാൻ പറ്റില്ല. അതെപ്പോഴാണ് കയറി ഇപ്പം അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് തന്നെ അറിയാം, എൻ്റെ ഒരു റീസെൻ്റ്ലി എൻ്റെ ഒരു വെരി ക്ലോസ് ആയിട്ടുള്ളൊരു അവർക്ക് ഈ മെത്തോട്രെക്സേറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണമെന്ന് തോന്നുന്നു. ഒരു ലിവർ ജോണ്ടിസ് വന്ന് ടോട്ടൽ ലിവർ ഫെയിലിയറിലേക്ക് പോയി വിതിൻ 1 or 2 months ഫാസ്റ്റ്. അത് അവർ കാര്യം ലിവർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ട്രൈ ചെയ്തെങ്കിലും ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്ന ഒരു ഹെൽത്തിലേക്ക് പോലും കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പേഷ്യൻ്റ് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, സോറിയാസിസ് ഉണ്ടായിരുന്നു, ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു. സോറിയാസിനും ആർത്രൈറ്റിസിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ മരുന്നുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം മൾട്ടിപ്പിൾ മെഡിസിൻ ഉണ്ടായിരുന്നു, ലിവർ ഫെയിലിയറിലേക്ക് പോയി. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.